സീനിയർ സിറ്റിസൺസ് ഡേ ആയിട്ട് നമ്മുടെ സഭ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ചില ചോദ്യങ്ങൾ മാത്രം പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉളവായി. വാട്ട് ആർ വ്യൂസ് അബൌട്ട് ദി ഓൾഡ് പീപ്പിൾ? പ്രായമുള്ളവരെ പറ്റി നമുക്ക് എന്തുമാണ് അഭിപ്രായമുള്ളത്? ഇപ്പോൾ പ്രായമുള്ളവരെ അവരെ വിളിക്കുന്നത് ചില വാക്കുകളാണ്. Senior citizens, retired people, old timer, economic burden എന്നുള്ള വാക്കുകളൊക്കെ പലപ്പോഴും യൂത്ത്സ് ആയ നാം ഈ പ്രായമുള്ളവരെ അല്ലെങ്കിൽ ഒരു തലമുറ ഈ പ്രായമുള്ളവരെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ how do we treat them? Do we treat them well? എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ obviously our answer is yes, we do treat them well. Because നിങ്ങളിപ്പോ ചെന്നൈയിലാകുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് നമ്മുടെ അവധി സമയത്ത് നമ്മൾ നാട്ടിൽ വരും. ഇറ്റ് വാസ് സെയിം ഫോർ മീ. എൻ്റെ സ്കൂളിന്റെ അവധിയുടെ സമയത്തൊക്കെ ഞാൻ നാട്ടിൽ വരുവായിരുന്നു. അപ്പൊ നാട്ടിൽ വരുമ്പം അവരോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ കൂടെ ആയിരിക്കുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ അസ് ദാറ്റ് വി സ്പെൻഡ് ടൈം വിത്ത് ദം. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിലാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്, ഡു വി ട്രീറ്റ് ദം വെൽ? ഇറ്റ്സ് ആൻഡ് ഓബ്വിയസ്ലി യെസ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആൻസർ. അതിന്റെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു, നമ്മൾ അവധികളിലാണ് പലപ്പോഴും വീട്ടിൽ പോകാറുള്ളത്. അതാണ് നമ്മുടെ കാരണം യെസ് പറയാൻ. ബട്ട് ഈ ഓൾഡ് പീപ്പിൾ അല്ലെങ്കിൽ ഈ സീനിയർ സിറ്റിസൺസുമായിട്ട് നമ്മൾ ജീവിക്കുവാണെങ്കിൽ there is a hashtag that ഇത് യെസ് ആണോ നോ ആണോ എന്നുള്ള ഒരു അപ്പോസ്ട്രോഫിക്കകത്താണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. യെസ് ഓർ മൈറ്റ് ബി എ നോ. ബിക്കോസ് അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. യെസ്, ഡു വി ട്രീറ്റ് ദം വെൽ, ഓർ നോ, വി ഡോണ്ട് ട്രീറ്റ് ദം വെൽ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവരുടെ ലിവിങ് ഹാബിറ്റ്സ്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ റെസ്ട്രിക്ഷൻസ്, അങ്ങനെ പലതും കാണുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. ദാറ്റ് ഡു വി ട്രീറ്റ് ദം വെൽ. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഡു വി ട്രീറ്റ് ദം വെൽ. അപ്പോൾ ഈ ഒരു എന്റെ മെസ്സേജ് ഞാൻ ആരംഭിക്കാൻ പോകുന്നു. കൂടുതലായിട്ട് അങ്ങനൊന്നും പറയാൻ എനിക്കില്ല. ഞാൻ മാക്സിമം എന്റെ പല സ്ഥലങ്ങളിലും മെസ്സേജസിൽ ഞാൻ കഥകളാണ് പറയാറുള്ളത്. സോ ഇവിടെയും ചില കഥകളും ചില എക്സ്പീരിയൻസുകളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പോയിന്റ്സും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കഥകൾ പിന്നെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ കഥകൾ എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റോറീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് കുഞ്ഞുങ്ങൾക്കായാലും നമുക്ക് യുവ തലമുറയ്ക്കായാലും ഒരു മിഡിൽ ഏജിലായാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെ ഒരുമിച്ച് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ കഥകൾ. അപ്പോൾ ഈ കഥകളിൽ നിന്നാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ Saint Matthew chapter 7 verse 12, that is the golden rule of a Bible, ഒന്ന് ജസ്റ്റ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Saint Matthew chapter 7 verse 12. In everything do to others as you would have them do to you, for this is the law and the prophet. In everything do to others as you would have them do to you, for this is the law and the prophet. ഒരു ചെറിയൊരു കഥ പങ്കുവെക്കട്ടെ. ഈ കഥ പോകുന്ന
രീതി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ഒരു സീനാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നു, വയ്യാതെ കിടക്കുന്നു. അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യനെ ഈ ആശുപത്രിയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരു യുവാവ് കാണാനായിട്ട് വരുന്നു. ഈ യുവാവ് ഈ മനുഷ്യനെ കാണാൻ വരുമ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് 1 മണിക്കൂർ ഈ പേഴ്സണുമായിട്ട് ഈ യുവാവ് സ്പെൻഡ് ചെയ്യുന്നു. ഈ പ്രായമുള്ള അപ്പച്ചനുമായിട്ട് യുവാവ് സ്പെൻഡ് ചെയ്യുന്നു. ഈ അപ്പച്ചന്റെ കൂടെ നിൽക്കും. ആ 1 മണിക്കൂർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ഈ അപ്പച്ചന് ചെയ്തു കൊടുക്കും. ചിലപ്പം വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും, ഫുഡ് മേടിച്ചോണ്ട് വരണമെങ്കിൽ ഫുഡ് കൊണ്ടുവരും, ഫുഡ് കഴിപ്പിക്കും, അല്ലെങ്കിൽ ബാത്റൂമിൽ വല്ലതും പോണെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അപ്പച്ചന്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾ ആ യുവാവ് ഈ 1 മണിക്കൂറിനകം ചെയ്തു കൊടുക്കും. ഇങ്ങനെ എല്ലാ ദിവസവും ഈ യുവാവ് അപ്പച്ചനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇത് കണ്ടോണ്ടിരുന്ന ഒരു നേഴ്സ്, ഈ അപ്പച്ചനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സ്, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് സെർവ് ചെയ്തുകൊണ്ടിരുന്ന ഈ നേഴ്സ് അപ്പച്ചനോട് ഒരു ദിവസം കണ്ടിട്ട് ചോദിച്ചു, അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ ഒത്തിരി ലക്കിയാണല്ലോ, ഇത്രയും നല്ലൊരു മകനാണല്ലോ അപ്പച്ചന് കിട്ടിയത്. കാരണം സാധാരണ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് ഇങ്ങനെ ഈ മോൻ വന്ന് നിങ്ങൾക്ക് ഒത്തിരി നല്ല സേവനങ്ങൾ ചെയ്തു തരുന്നുവല്ലോ, അപ്പൊ ഹൗ ലക്കി യു ആർ എന്ന് ഈ നേഴ്സ് ഈ അപ്പച്ചനോട് പറഞ്ഞു. ഈ നേഴ്സിന്റെ ഈ വാക്ക് കേട്ട് അപ്പച്ചൻ പെതുക്കെ ഒരു പുഞ്ചിരിയോടെ നേഴ്സിനോട് പറഞ്ഞു, ഐ വുഡ് ഹാവ് ബീൻ വെരി ലക്കി ഇഫ് ഹി വുഡ് ഹാവ് ബീൻ മൈ സൺ. ഒത്തിരി ലക്കി ആയിരുന്നെങ്കിൽ ഞാൻ ഈ യുവാവ് എന്റെ മകനായിരുന്നെങ്കിൽ, പക്ഷേ യുവാവ് എന്റെ മകനല്ല. അപ്പോൾ ഈ നേഴ്സ് വീണ്ടും ചോദിക്കുന്നത്, അപ്പോ ഇദ്ദേഹം ആരാണ്? നിങ്ങളുടെ റിലേറ്റീവ് വല്ലതും ആണോ, അതോ അയലോക്കക്കാരാണോ? അപ്പം ഈ അപ്പച്ചൻ ഈ നേഴ്സിനോട് പറയുന്നത്, ഇവൻ ഒന്നുമല്ല, എന്റെ അയലോക്കക്കാരനുമല്ല, എന്റെ റിലേറ്റീവ് വല്ലതും ആരുമല്ല എന്റെ. അപ്പോൾ ഈ നേഴ്സിന് മനസ്സിലൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ഇത് ചിലപ്പം ഈ അപ്പച്ചനെ ഇപ്പോൾ നോക്കി ചിലപ്പം ഫ്യൂച്ചറിൽ ഈ അപ്പച്ചൻ മരിക്കുവാണെങ്കിൽ അപ്പച്ചന്റെ സ്വത്ത് അടിച്ചു മാറ്റാനായിരിക്കാം ഈ യുവാവ് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഈ ഒരു നേഴ്സിന്റെ മനസ്സിലുണ്ടായി. അപ്പൊ ഈ നേഴ്സ് വീണ്ടും ഈ അപ്പച്ചനോട് ചോദിച്ചു, എന്നാൽ ആരാണ് ഈ യുവാവ്? അപ്പോൾ അപ്പച്ചൻ ഈ നേഴ്സിനോട് ഈ യുവാവ് പണ്ട് ചെറുപ്പത്തിൽ തന്റെ പിതാവിന്റെ മരണത്തിന്റെ ആ ഒരു ശവത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി ഒരു മുട്ടായി മേടിച്ചു കൊടുത്തു. ആ കരയില് കുഞ്ഞിന്റെ കരച്ചില് മാറ്റാൻ ഞാൻ ഒരു മുട്ടായി മേടിച്ചു കൊടുത്തു, അവനെ സഹായിച്ചു. അത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഈ കുഞ്ഞിന് വേണ്ടി. ഇത് കേട്ട് ഈ നേഴ്സ് വീണ്ടും അപ്പച്ചനോട് ചോദിച്ചു, എന്തിനാ ഈ യുവാവ് വീണ്ടും വന്ന് നിങ്ങളെ സഹായിക്കുന്നത്, അല്ലെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്? അപ്പോൾ ഈ അപ്പച്ചൻ നേഴ്സിനോട് പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ ഈ യുവാവിനോടും ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും എന്നെ സഹായിക്കുന്നത്? എന്റെ ഭാര്യ ഞാൻ വയ്യാതെ ആയ ശേഷം എന്നെ ആശുപത്രിയിൽ ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. എന്റെ ഭാര്യയെ ഇവന്റെ സ്വന്തം അമ്മയായിട്ട് ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ അവളെ പരിപാലിച്ചു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിന് എന്ന് ഈ യുവാവിനോട് ഞാനും ചോദിച്ചു. യുവാവ് ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ ഉത്തരം മാത്രമേ പറഞ്ഞുള്ളൂ, ദ ടേസ്റ്റ് ഓഫ് ദ ക്യാൻഡി ഇസ് സ്റ്റിൽ there in my mouth. നീ അന്ന് തന്ന മുട്ടായിയുടെ രുചി ഇപ്പോഴും എന്റെ വായിലുണ്ട്, എന്റെ നാവിലുണ്ട് എന്നാണ് ഈ യുവാവ് കൊടുത്ത ഒരു ഉത്തരം. എന്തുവാണ് ഈ കഥ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഡു വി ട്രീറ്റ് our old people well? ഏത് രീതിയിലൂടെയാണ് നാം ജീവിക്കുന്നത്? നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് അത് നന്മയായിട്ട് കിട്ടുന്നത്. നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വൃദ്ധരാകുമ്പോൾ നമുക്ക് അതിന് നന്മ വീണ്ടും ലഭിക്കും എന്നാണ് ഈ കഥ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. The taste of the candy is still there in my mouth. ഏത് രീതിയിലൂടെയാണ് നാം ജീവിക്കുന്നത്? ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് തന്റെ അമ്മച്ചിയെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. അമ്മച്ചി, ഹൗ ക്യാൻ യു ഡിഫൈൻ സക്സസ് ഇൻ യുവർ വ്യൂ പോയിന്റ്? അമ്മച്ചി ചോദ്യം കേട്ട് ഒന്ന് ചിന്തിച്ച്
ഈ സൈക്കോളജി പഠിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ, സക്സസ് ഇസ് when you look back at your life and the memories make you smile. Success is when you look back at your life and the memories make you smile. Do we look back at our life and do the memories make us smile? എന്നാണ് ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം ചോദിച്ചു, നാം പ്രായമാകുന്നു, നമുക്ക് ചിലപ്പം ഓർത്തിരിക്കാം, പണ്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു തീം വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചപ്പോഴാണ്, പണ്ട് ഞാൻ ഓർക്കുന്നു, ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങള് ഈ സോണി ചാനലിലാണോ ഏതൊരു ചാനലിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ക്യൂക്കി സാസ് ബി കവി ബഹൂതി. അപ്പോൾ ക്യൂക്കി സാസ് ബി കവി ബഹൂതി എന്ന് ഇങ്ങനെ അത് എളുപ്പം അങ്ങ് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഓർത്ത കാര്യമാണ്, നമ്മള് ട്രീറ്റ് ചെയ്യുന്ന ഈ ഓൾഡ് പീപ്പിൾ, ഇറ്റ് ഈസ് വൺസ് വി ടു വുഡ് ബി ഓൾഡ്, ഹൗ ഡു വി വാണ്ട് ആ യങ്ങർ ജനറേഷൻസ് ടു ട്രീറ്റ് അസ് എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിൽ വന്നു. ഡു വി ട്രീറ്റ് ദം വെൽ? ഡു വി കെയർ ഫോർ ദം? നമുക്കറിയാം, നമ്മൾ ഈ യങ്ങർ ജനറേഷൻ ആകുമ്പോൾ പലപ്പോഴും പ്രായമുള്ളവരെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അവരിൽ നിന്ന് മാറിയാണ് നടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അച്ഛന്മാരാന്നേലും, ഇപ്പം പ്രേസ് വെൽക്കമിൽ പറഞ്ഞു, അച്ഛനൊരു യങ് അച്ഛനാണ്, ഇച്ചിരി അവിടെ ഇവിടെ നരച്ച മുടിയുണ്ട്, അത് വേറെ കാര്യം, പ്രായത്തിന്റെ സൂചകമാണ് എന്ന് പറയാൻ വേണേ. അപ്പോൾ ഒരു യങ് അച്ഛനാണ്, അപ്പോൾ യൂത്തുമായിട്ട് നല്ലോണം ബന്ധപ്പെടാൻ സാധിക്കും. ഒരു രീതിയിൽ ഇത് ശരിയാണ്, നമ്മൾ റൈറ്റ് ആണ് എന്ന് പറയുന്നു. ഞാനൊരു ചോദ്യം, നമ്മുടെ ഒരു പള്ളിയിൽ ഒരു പ്രായമുള്ള ഒരു അച്ഛൻ വരുമ്പോൾ ഹൗ ക്യാൻ വി റിലേറ്റ് വിത്ത് ദാറ്റ് അച്ഛൻ? പലപ്പോഴും നാട്ടിലും ഈവൻ ഔട്ട്സൈഡ് കേരള നമ്മുടെ യൂത്ത്സിന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ പള്ളിയിൽ ഒരു പ്രായമുള്ള ഒരു അച്ഛൻ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അച്ഛൻ പറയുന്ന നമുക്ക് ഒരു സ്വീകരിക്കാനോ നമ്മൾ പറയുന്ന അച്ഛനോ സ്വീകരിക്കാനോ സാധിക്കത്തില്ല. നമ്മൾ ആ ഒരു ഒരു ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു യൂത്ത് അച്ഛനാകുമ്പോൾ നമ്മൾ അവരുമായിട്ട് അങ്ങ് ജോളി ആയിട്ട് അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നു, അച്ഛൻ നമ്മുടെ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നു, അച്ഛൻ നമ്മുടെ കൂടെ ഇൻവോൾവ് ആയിട്ട് എല്ലാം ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ പ്രായമുള്ളവരെ കാണുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് തോന്നാറുണ്ട്. അത് നമ്മുടെ പള്ളിയിലെ അച്ഛനാണേലും, നമ്മുടെ വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചിമാരാണേലും, നമ്മുടെ സൊസൈറ്റിയിലെ അപ്പച്ചൻ അമ്മച്ചിമാരാണേലും ഈ ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഡു വി ട്രീറ്റ് ദം വെൽ? ഡു വി ട്രീറ്റ് ദം വെൽ? അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് ഇതിന്റെ ഉത്തരം 7-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ പറയുന്നത്. മാത്യു 7:12 ഞാൻ വായിച്ചതുപോലെ, ഇൻ എവറിത്തിങ് ഡു ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡു ടു യു. നാം എങ്ങനെയാണ് നമ്മെ തന്നെ സൽക്കരിക്കാനോ നമ്മളെ തന്നെ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് യേശു പർവ്വത പ്രസംഗത്തിൽ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് അങ്ങനെ അല്ല എന്നുള്ള ഒരു സത്യമാണ്. നമ്മൾ പലപ്പോഴും എന്നെ ആൾക്കാർ കാണണം, എന്നെ ആൾക്കാർ കരുതണം, ഞാനാണ് എൻ്റെ ഒരു അറ്റ്മോസ്റ്റ് ഫിഗർ എന്നുള്ള പറയുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതം പോകുന്നത്. എന്നാൽ അങ്ങനെ പോയാൽ അതിന്റെ അവസാനം നല്ലതല്ലായിരിക്കും എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. ഈ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുവാനും ആഗ്രഹിക്കുന്നു. ഈ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എന്റെ ഒരു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കോട്ടയം സെമിനാരിയിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഫ്രൈഡേസ് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്, ഒരു വർക്കുണ്ട്. ഇതിൽ ഞങ്ങൾ ഓരോരോ സ്ഥാപനങ്ങളിലും പള്ളി സെമിനാരിലെ അടുത്തുള്ള സ്ഥാപനങ്ങൾ, ദൂരെയുള്ള സ്ഥാപനങ്ങളിൽ പോയി അവരെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് നമ്മൾ 1 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു വരും. ഇതാണ് ഞങ്ങളുടെ വർക്ക്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന 3rd ഇയറിലെ 2nd സെമിസ്റ്ററിലാണ് എനിക്ക് കിട്ടിയ ഒരു കമ്മ്യൂണിറ്റി സർവീസ് എന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്രകാരം ഒരു കമ്മ്യൂണിറ്റി സർവീസ് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അവിടുത്തെ വാർഡുകളിൽ
ആരും അറ്റൻഡ് ചെയ്യാൻ ഇല്ലാത്തവരെ നമ്മൾ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസിലൊക്കെ ചോദിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരുടെ പേര് ചെയ്യുക, വീട്ടിൽ വന്ന് അല്ലെങ്കിൽ സെമിനാരി വന്ന് തിരിച്ച് അവർക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ പ്രേയേഴ്സിലും നമ്മൾ അവരെ ഓർക്കുക എന്നാണ് നമ്മുടെ വർക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയുടെ സമയത്ത് ഞങ്ങളൊക്കെ ചെന്ന് അവിടെ അവിടെ കുടയം പിടിച്ചോണ്ട് ഞങ്ങള് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ കാണാൻ പോകുന്നതിന് മുൻപേ ഞങ്ങൾ അവിടെ താഴെ നിൽക്കുവായിരുന്നു, ഈ കുടയൊക്കെ ഒന്ന് ഉണങ്ങാൻ. കാരണം കുട ഉണങ്ങാതെ നനഞ്ഞ കുടയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനകത്തൊക്കെ കയറുന്നത് ഒരു നല്ല ഒരു പതിവല്ല. നമ്മൾ ഈവൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും കുട നനഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കുട എടുത്ത് വെളിയിൽ വെക്കും, അകത്തിടത്തില്ല. നനഞ്ഞ ഉള്ളതുകൊണ്ട് വീട്ടിനകത്ത് നനയും, അകത്തിടാറില്ല. അപ്പോൾ അന്ന് ഇവരെ കാണാനായിട്ട് ഈ ആൾക്കാരെ കാണാനായിട്ട് ഞാനും എൻ്റെ കൂടെ ഉള്ള ഒരു സെമിനാരി സ്റ്റുഡൻറ്റും കൂടെ ഞങ്ങൾ രണ്ടുപേരും പോന്നു. ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോൾ ഈ വാർഡിൽ കയറുന്നതിന്റെ മുമ്പ് ഞങ്ങൾ താഴെ നിൽക്കുവാണ്. താഴെ നിന്നപ്പോഴാണ് ഒരു സ്ത്രീയുമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു സ്ത്രീ, ലോട്ടറി വിൽക്കുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീയുടെ 2 ചോദ്യങ്ങളാണ് എന്നെ ഒന്ന് എന്താ പറയുന്നത്, എനിക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. The question from her to me was, do you know my son? Is he there with you? ഈ 2 ചോദ്യങ്ങളാണ് എന്നോട് ഈ സ്ത്രീ ചോദിക്കുന്നത്. ഡു യു നോ മൈ സൺ? ഈസ് ഹി there with you? ഈ ചോദ്യം ഉണ്ടാകുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാഹചര്യം പറയുമ്പോൾ, ഈ സ്ത്രീയെ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കുകയായിരുന്നു, ഇവരോട് ചോദിച്ചു എന്തുവാണ് പണി, എന്തുവാണ് ഈ സ്ത്രീ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു അവരവിടെ ലോട്ടറി വിൽക്കുവാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അകത്ത് എങ്ങനെയാ നിങ്ങൾ ലോട്ടറി വിൽക്കുന്നത്, ഇവിടെ വിൽക്കാൻ അലൗഡ് ആണോ, അങ്ങനാണോ എങ്ങനെയാണോ ഞാൻ ചോദിച്ചപ്പോൾ ഇവര് എന്നോട് പറഞ്ഞു ഇവിടെ ലോട്ടറി വിൽക്കാൻ അലൗഡ് അല്ല, എന്നാൽ എന്റെ ഒരു സാഹചര്യം വെച്ച് എനിക്ക് വിൽക്കേണ്ടി വരുന്നു. ഞാൻ ചോദിച്ചു ആന്റിയുടെ വീട് എവിടാണ്? ആന്റി എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ആരുമില്ല. ഭർത്താവ് ഒത്തിരി വർഷങ്ങൾ മുമ്പേ മരിച്ചു. ഒരു 10-12 വർഷം മുമ്പേ ഭർത്താവ് മരിച്ചു. മക്കള് 2 പേരുണ്ടായിരുന്നു. അതിൽ മോനായിരുന്നു ഏറ്റവും ഇളയത്. മൂത്ത മകൾക്കും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആന്റി ഓരോരോ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ മോൻ എവിടാണ്? അപ്പോൾ ആന്റി പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തോ ഉത്തരവാണ്, അറിയത്തില്ല എന്നുള്ള കാര്യം? മോൻ എവിടാണെന്ന് ആന്റിക്ക് അറിയത്തില്ല. അപ്പൊ ആന്റി പറഞ്ഞു ഒരു 15 വർഷം മുൻപെയാണ് എന്റെ മോൻ എന്നിൽ നിന്ന് പോയത്. സാഹചര്യം ഉണ്ടാകുന്നത് ആന്റി ഇവര് മോനും അവരുടെ റിലേറ്റീവ്സും ഒരുമിച്ച് പോയി. നമ്മൾ ഈ സാധാരണ തൃശ്ശൂർ പൂരം ഒക്കെ നമ്മൾ കണ്ടു കാണും. ചിലവര് പലരും നമ്മൾ കണ്ടു കാണത്തില്ല. നമ്മൾ ഈ ടിവിക്കകത്തൊക്കെ കണ്ട് പരിചയമുള്ളൂ. ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ പൂരം. അപ്പൊ അത്രയും ആൾക്കാരുടെ ഇടയിൽ ഈ അവരുടെ റിലേറ്റീവ്സും അത് കാണാനായിട്ട് പോയി. അവരുടെ ഇടയിലാണ് ഈ മോൻ കളഞ്ഞു പോയത്. ഈ മോൻ 15-16 വർഷമായിട്ട് ഈ ആന്റിയോടൊപ്പം ഇല്ല, ഈ അമ്മയോടൊപ്പം ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുവാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്ന് ആന്റി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ആന്റി പറയുന്ന മോനില്ല, മോൻ പോയി. ആന്റിയുടെ പേഴ്സിന്റെ അകത്തുനിന്ന് മോന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു. പണ്ടത്തെ 15 വർഷം മുൻപേ ഉള്ള ഒരു ഫോട്ടോ കാണിച്ചു. നല്ല ഒരു കുഞ്ഞ്, നല്ല ഒരു 15-16 വയസ്സുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ ഈ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞ ഒരു യുവാവ്, ഈ യുവാവിനെ കാണുമ്പോൾ നല്ലൊരു യുവാവ്, നല്ല ഒരു സൗന്ദര്യമുള്ള യുവാവ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്ന് പോകാനുള്ള ഞങ്ങളുടെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ആന്റി ഞങ്ങൾ പോകട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ആന്റിയുടെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി മോൻ വന്നാൽ ആന്റിയെ തിരിച്ചറിയാൻ പറ്റുമോ? ആന്റിയെ എങ്ങനെ അറിയാം, അവൻ എങ്ങനെ അറിയാം എന്റെ അമ്മ ഇവിടാണ്? അപ്പൊ ആന്റി പറഞ്ഞു ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടാണ് ഇപ്പൊ താമസിക്കുന്നത്. അവിടെ ചെറിയൊരു
ഒരു മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ആന്റി താമസിക്കുന്നത്. അവിടെ ചെറിയൊരു മൂലയ്ക്ക് ഒരു പായുമല്ല, ഈ ടാർപോളിൻ ഷീറ്റ് പോലെ ഇട്ടിട്ട് ന്യൂസ് പേപ്പർ ആന്റി മുകളിൽ ഇട്ടിട്ട് അവിടെ ആന്റി കിടക്കുന്നത്. അവിടെ തന്നെയാണ് ആന്റി താമസവും. അപ്പോൾ മോൻ എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞു, മോൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോൻ വരുവാണെങ്കിൽ അവർ പറഞ്ഞോളും, മെഡിക്കൽ കോളേജിലാണ് താമസം. അപ്പൊ ഞാൻ ചോദിച്ചു, മോന് ആന്റിയെ കണ്ടാൽ മനസ്സിലാകുമോ? ആന്റി പറഞ്ഞു, മോന് ചിലപ്പോ എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല, കാരണം എനിക്ക് ഇച്ചിരി പ്രായമൊക്കെയായി. അവൻ എന്നിൽ നിന്ന് കളഞ്ഞു പോയപ്പോൾ ഉള്ള അമ്മയല്ല ഞാൻ ഇപ്പോൾ, ഇച്ചിരി പ്രായമൊക്കെയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ അപ്പൊ മനസ്സിലാകും? അപ്പൊ ആന്റി പറഞ്ഞു, എന്റെ മോൻ എന്നെ മനസ്സിലായില്ലേ പോലും എനിക്ക് എന്റെ മോനെ കണ്ടാൽ മനസ്സിലാകും. അവൻ എത്ര വളർന്നാലും അവൻ എനിക്ക് വേണ്ടി എന്റെ മോൻ തന്നെയാണ്, എനിക്ക് മനസ്സിലാകും എന്നാണ് ആന്റി പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഞങ്ങൾ അവസാനം പറഞ്ഞു, എന്നാ ആന്റി ഞങ്ങൾ പോകട്ടെ, ഞങ്ങൾ ഇങ്ങനെ സെമിനാരിന്ന് വരുക, അപ്പോൾ ഞങ്ങളുടെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആന്റിയുടെ മോൻ ആന്റിക്ക് വീണ്ടും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകാറായി. അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആന്റി ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. അപ്പോൾ ചെറിയൊരു ചിരിയൊക്കെ കാണിച്ച് ഞാൻ ചെറിയൊരു പുഞ്ചിരിയോട് ഞാൻ പറഞ്ഞു, ആന്റി ഞങ്ങൾ എന്നാ പോകുന്നു. അപ്പോൾ ആന്റി എന്നോട് ചോദിച്ചു, എന്റെ മകനെ അറിയാമോ? അപ്പം അവൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ചിരിക്കണോ വേണ്ടായോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. എന്തോ പറയണം, ചിരിക്കണോ അല്ലെ? ഒരു ചോദ്യം ഈ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താ ഒരു ഇതുവരെ അറിയാത്ത ഒരു സ്ത്രീ എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത്, എന്റെ മകനെ അറിയാമോ? ഈസ് ഹി ദേർ വിത്ത് യു? ഞാൻ പറഞ്ഞു, ഇല്ല ആന്റി, എനിക്ക് മകനെ അറിയത്തില്ല, ഞാൻ ആ ഫോട്ടോ കണ്ടുള്ള പരിചയം, ആന്റി പറഞ്ഞുള്ള പരിചയം ഇല്ല. ഓക്കെ, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. അപ്പൊ ഈ കാര്യമെല്ലാം പറഞ്ഞ് ഞാൻ ഇറങ്ങി വീണ്ടും സെമിനാരി വന്ന് ഞങ്ങളുടെ അന്നത്തെ വൈകിട്ട് വർഷിപ്പും ഞങ്ങളുടെ വൈകിട്ടത്തെ മെസ്സും എല്ലാം കഴിഞ്ഞ് അസൈൻമെന്റ്സും ഒക്കെ ചെയ്ത് കിടക്കാനായിട്ട് കിടക്കുവാണ്. അപ്പോൾ കിടക്കുമ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കിടക്കുമ്പോഴും ഉറക്കം വരുന്നില്ല. കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഒരു നമ്മുടെ യൂത്ത്സിന്റെ ഒരു വർക്കാണ്. നമ്മള് ഉറക്കം വന്നുള്ള പാട്ട് കേൾക്കും, അല്ലെങ്കിൽ മൊബൈൽ ഗെയിം കളിക്കും, അല്ലെങ്കിൽ ബുക്സ് വായിക്കാൻ നമ്മൾ ശ്രമിക്കും, TV കാണാൻ. ഇതെല്ലാം ഞാൻ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബുക്ക് കിടക്കുന്ന ഒരു ബുക്ക് വായിച്ചു നോക്കി, ഗെയിം കളിച്ചു, മൊബൈൽ ഗെയിം കളിച്ചു, അല്ലെ കുറെ നേരം ഇങ്ങനെ പാട്ട് കേട്ട് കിടന്നുറങ്ങാൻ നോക്കി. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ചോദ്യം എന്റെ മനസ്സിൽ വരുന്നത്, ഡു യു നോ മൈ സൺ, ഈസ് ഹി ദേർ വിത്ത് യു? ഈ ചോദ്യം വീണ്ടും എന്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കുന്നു, ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്തുവാണ് ആന്റി പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം എന്തിനാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്? അങ്ങനെ വീണ്ടും ചിന്തിക്കുമ്പോഴാണ്, ഇങ്ങനെ ചിന്തിച്ച് ഇരുന്ന് കുറെ നേരമായി. അവസാനം നമ്മുടെ വേദോസ്തവത്തിലെ ഒരു വാക്യം മനസ്സിൽ ഉണ്ടായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16, സെയിന്റ് ജോൺ ദി ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 16. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. For God so loved the world that he gave his only begotten son, so that whosoever believes in him may not die but have an eternal life. അപ്പൊ ഈ ഒരു വാക്യമാണ് അന്ന് എന്റെ മനസ്സിൽ അന്ന് രാത്രി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നത്. ഞാൻ വീണ്ടും ഓർത്തു, ഇതേപോലത്തെ ഒരു ചോദ്യം ഞാൻ മരിച്ചിട്ട് സ്വർഗത്തിൽ പോയാ അല്ലെ പോയില്ല, അത് വേറെ കാര്യം. സ്വർഗത്തിൽ പോയാൽ ഇതേപോലത്തെ ഒരു ചോദ്യം ദൈവം എന്നോടും ചോദിക്കും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നില്ല, അത് പിന്നത്തെ കാര്യം. പോയാൽ ദൈവം നമ്മളോട് ഇതേ ഒരു ചോദ്യം ചോദിക്കും, ഡു യു നോ മൈ സൺ ജീസസ് ക്രൈസ്റ്റ്, ഈസ് ഹി ദേർ ഇൻ യുവർ ഹാർട്ട്? അപ്പോഴാണ് ആ ആന്റി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ ഒരു അർത്ഥം എനിക്ക് മനസ്സിൽ വരുന്നത്, എനിക്ക് മനസ്സിലാകുന്നത്. അത്രയും നേരം ചിന്തിച്ച് അവസാനം ഈ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായപ്പോഴാണ് ഒരു സമാധാനം മനസ്സിലുണ്ടാകുന്നത്, സത്യം പറഞ്ഞാൽ. അതിനുശേഷമാണ് ഉറങ്ങാനായിട്ട് പോകുന്നത്. അത്രയും നേരം ഇങ്ങനെ സമയം കളിച്ച് തിരിഞ്ഞു മറിഞ്ഞു ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കം വന്നില്ല. എന്നാൽ അതിനുശേഷം ഒരു ഉറക്കം വരാനായിട്ട് തോന്നി.
അപ്പോഴത്തേക്കിന് സമയം നോക്കിയപ്പോ 4:30 പോയി ഒരു കിടപ്പാണ് കിടക്കുന്നത്. വീണ്ടും രാവിലെ എഴുന്നേക്കണം. ഞങ്ങളുടെ 6:45 ഞങ്ങൾക്ക് ചാപ്പലുണ്ട്, 6:45 ചാപ്പലുണ്ട്. പോയി ഒരു കടന്ന്. എന്നാൽ അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ആ കടന്ന് 2 മണിക്കൂറുള്ള ഉറക്കം ആണേ പോലും ഒരു നല്ലൊരു സമാധാനം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, നല്ലൊരു സ്വസ്ഥത എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അന്ന് കടന്നപ്പോൾ. കാരണം യെസ്, ഐ കുഡ് നോ the answer of the question that was asked to me. Do you know my son, and is he there with you? Do you know my son Jesus Christ? Is he there in your heart? ഈ ചോദ്യം മനസ്സിലായപ്പോഴാണ് അന്ന് നല്ലൊരു ഉറക്കം ഉണ്ടായത്. എന്നാൽ നല്ലൊരു ഉറക്കമൊക്കെ ഉണ്ടായിട്ട് പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു. ഞങ്ങളുടെ ചാപ്പലിലെ സമയമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം മുറിയിൽ വീണ്ടും വന്നു. ഫുഡിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോകുന്നതിന് മുൻപേ ഞങ്ങളുടെ അവിടെ ന്യൂസ് പേപ്പർ വരും. അപ്പൊ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം വീണ്ടും ഈ ചോദ്യം എന്റെ മനസ്സിൽ വന്നു, ഡു യു നോ മൈ സൺ? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ, ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുമ്പോൾ ഇതിന്റെ വേറൊരു തലം ഇതിൽ ഉണ്ട്. ഈ ചോദ്യത്തിന്റെ കൂടെ തന്നെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ സെയിന്റ് പോൾ റോമ സഭയ്ക്ക് പറയുന്ന ഒരു വാർണിംഗുകളുടെ ഇതിൽ എനിക്ക് ഓർമ്മ വന്നു. ഇൻ റോമൻസ് 12:2a, do not be conformed to this world. Do not be conformed. ഈ ലോകപ്രകാരം അനുരൂപമാകരുത്. ഈ ലോകപ്രകാരം അനുരൂപമാകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലാതെ പോകുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാതെ പോകുന്നത്, നാം ക്രിസ്തുവിനെ അറിയാതെ പോകുന്നത്. If we are getting conformed to this world, we won't know who Christ is. എന്നാൽ അടുത്ത ദിവസം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും എഴുന്നേറ്റ് ഈ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടു പോകുമ്പോഴാണ് വീണ്ടും എനിക്കൊരു പ്രയാസം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മള് ഈ ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ കാണുമ്പോൾ എല്ലാത്തിന്റെ അകത്തും ഒരു നെഗറ്റീവ് ഒരു കാര്യമാണ് നമുക്ക് പലപ്പോഴും കിട്ടാൻ സാധിക്കുന്നത്. ഒത്തിരി കുറഞ്ഞ ന്യൂസുകളിലാണ് ഈ ഒരു പോസിറ്റീവ് നമുക്ക് എനർജി ലഭിക്കുന്നത്. ഒരാളെ കൊന്നു, സഹോദരനെ കൊന്നു, ആസ്തിക്ക് വേണ്ടി കൊന്നു, പണത്തിന് വേണ്ടി കൊന്നു, അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചു, കാമുകരുമായിട്ട് പോകാൻ, ഭർത്താവ് ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ചു കാമുകിയായിട്ട് പോകാൻ, അങ്ങനെ പല ന്യൂസുകൾ. ഈ എല്ലാ ന്യൂസുകളൊക്കെ വീണ്ടും അന്ന് രാവിലെ വായിച്ചപ്പോൾ വീണ്ടും ഞാൻ ചിന്തിച്ചു, ശരിയാണോ? നാം പോകുന്ന ഈ ലോകം ശരിയാണോ? നമ്മുടെ ഈ ലോകത്തിൽ എത്ര പേരാണ് ക്രിസ്തുവിനെ അറിയുന്നത്? എത്ര പേരാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്? വി നീഡ് ടു തിങ്ക് ആൻഡ് റീതിങ്ക്. എന്തുവാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്? നാം ചിന്തിക്കേണ്ട കാര്യമാണ്, നാം ആയിരിക്കുന്ന ഇടത്ത് ഏത് രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ വി ഷുഡ് തിങ്ക്, ഞാൻ ജീവിക്കുന്ന രീതി ശരിയാണോ? ഈ പ്രായമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നാം നിൽക്കുമ്പോൾ, ഓൾഡ് ഏജ് എൽഡർലി ഡേ ആയിട്ട് നാം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, എൽഡർലി ജനറേഷന് വേണ്ടി നാം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സീനിയർ സിറ്റിസൺസ് ഡേ ആയിട്ട് നാം ആഘോഷിക്കുമ്പോൾ, ഡു വി ട്രീറ്റ് ദം വെൽ? വി നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. വി നീഡ് ടു തിങ്ക് ദാറ്റ് ഡു വി കെയർ ഫോർ ദം? നാം ഇതും ചിന്തിക്കണം. നാം ഇപ്പോൾ അവരെ കളിയാക്കിയാൽ, അവരെ നാം നല്ലൊരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മളും ഒരു ദിവസം പ്രായമുള്ളവരാകും. വി നീഡ് ടു റീതിങ്ക്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലേ, എനിക്ക് അതെങ്ങനെ മാറ്റാൻ സാധിക്കും? വി നീഡ് ടു തിങ്ക്, വി നീഡ് ടു റീതിങ്ക്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? വി നീഡ് ടു തിങ്ക് ദാറ്റ്. ഇഫ് ഐ എം നോട്ട് ഡൂയിങ് റൈറ്റ്, ഇത് പ്രായമുള്ളവരോട് മാത്രമല്ല, നമ്മുടെ ആൾക്കാരോടും നമ്മുടെ ജീവികളോടുമുള്ള ഒരു കാര്യമാണ്. ഡു വി ട്രീറ്റ് our fellow brothers and sisters well? Do we love them? Do we care for them? We need to rethink. അല്ലേൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വേദപാഠമായിട്ട് ബൈബിൾ റീഡിങ്ങിൽ വായിച്ച ഭാഗം തന്നെ അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്.
First John chapter 4 verse 7 to 21. അതിന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളെ കാണുന്ന സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കാതെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കള്ളം പറയുന്നു. അത് ശരിയല്ല. കാണുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? Do we treat our fellow brothers and sisters well? Do we care for them? Do we treat our elderly people well? Do we care for them? നമ്മുടെ പേരൻസ് ആയാൽ പോലും do we treat them well? നമ്മുടെ ഒരു യുവ തലമുറ പലപ്പോഴും ഇതിലാണ് എന്താ പറയുന്നത്, നമ്മൾ പലപ്പോഴും പുറകിലായി പോകുന്നത്. ഇവൻ നമ്മുടെ പേരൻസ് ആണെ പോലും ഒരു സജഷൻ അവർ പറയുമ്പോൾ, അരെ മമ്മിക്കൊന്നും അറിയത്തില്ല, എനിക്കറിയാം, അത് നിങ്ങളുടെ കാലഘട്ടം, നിങ്ങൾ അങ്ങനെ ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ജീവിക്കണോ എന്നുള്ള പല മറുപടികളാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ അവരും മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അവരും എക്സ്പീരിയൻസ്ഡ് ആണ്. ഇത്രയും എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് അവര് പറയുന്നത്. ഓക്കെ, ഒരു ചില സാഹചര്യങ്ങളിൽ അവർ ചിലപ്പോൾ പറയുന്നത് ചിലപ്പം തെറ്റായിരിക്കാം. അത് ആ രീതിയിൽ ആ ഒരു ടോണിൽ പറയാതെ, മമ്മിക്കൊന്നും അറിയത്തില്ല, പപ്പായ്ക്കൊന്നും അറിയത്തില്ല, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ടോണിൽ പറയാതെ, ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് വേ ഓൾസോ ക്യാൻ ബി ഡൺ. ദിസ് വേ ഓൾസോ വി ക്യാൻ ഡു ഇറ്റ്, വി ക്യാൻ തിങ്ക്. അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ നമ്മൾ ഭരിക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും അടി ഇങ്ങോട്ട് വീഴുന്നത്. നമ്മൾ അതും ഇതൊക്കെ അടിയൊക്കെ കൊണ്ട് വീണ്ടും കരഞ്ഞോണ്ട് പോകുന്നത്. അത് വേറെ കാര്യം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ പേരൻസ് നമ്മളെ അടിക്കാറുണ്ട് എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ അടി എന്നുള്ള നമ്മൾ മറന്നുപോയി എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ അടിക്കാറുണ്ടോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടെ നാട്ടിലാണെ പോലും എന്റെ പള്ളിയിൽ തന്നെ പല ആന്റിമാരും അങ്കിളുമാരും പറയുന്ന അവരുടെ ഒരു കംപ്ലൈന്റ് ആണ്. അവരുടെ മക്കളോട് പറയാൻ പറ്റത്തില്ല. നാട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ സിറ്റി ലൈഫിൽ എങ്ങനായിരിക്കും എന്ന് ഞാൻ പറയണമെന്നില്ല, നമുക്ക് തന്നെ മനസ്സിലാകാനേ ഉള്ളൂ. ഡു വി ട്രീറ്റ് അതേഴ്സ് വെൽ? ഇതാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ദിവസം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡു വി കെയർ ഫോർ അതേഴ്സ്? ഡു വി ലവ് അതേഴ്സ്? We should love our fellow brothers and sisters. We should care for them. We should be with them always. ഈ ഒരു കോവിഡ് കാലം നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നിന്നില്ലേ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഒരാൾക്ക് കോവിഡ് ആണ് എന്ന് കേൾക്കുമ്പോൾ പിന്നെ എത്ര നമുക്ക് അവരിൽ നിന്ന് മാറാൻ പറ്റുമോ അത് സ്വാഭാവികമായിട്ട് നമ്മൾ മാറണം, അത് വേറെ കാര്യം. പക്ഷെ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ കെയർ ചെയ്യാതെ നമ്മൾ മാറി നിൽക്കുന്നു, അത് വേറെ കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ടു ലീവ് ദം, ബട്ട് ഇറ്റ് ഈസ് ടു മേക്ക് എ ഡിസ്റ്റൻസ് ആൻഡ് കെയർ ഫോർ ദം. കോവിഡ് നമ്മളെ ഇത് പഠിപ്പിക്കട്ടെ. ഈ കോവിഡ് കാലത്താണ് കൂടുതൽ ഈ ഇപ്പൊ ഞങ്ങൾ CDC ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോകുമ്പോൾ ഇപ്പൊ ഈയിടെ ഫാമിലീസിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലീസിന് വേണ്ടി ക്ലാസ് വെച്ചപ്പോൾ കൗൺസിലിംഗ് ക്ലാസ് എന്ന് വെച്ചപ്പോൾ ഞങ്ങളോട് പറയുണ്ടാക്കി ഈ ഒരു കാലഘട്ടത്തിലാണ് ഒത്തിരി കൂടുതൽ ഫാമിലീസ് പ്രോബ്ലംസ് ഉണ്ടാകി, ഡൊമസ്റ്റിക് വയലൻസ് ഒത്തിരി പ്രോബ്ലംസ്. കാരണം വീട്ടിലാണ് ഇരിക്കുന്നത്, എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ആളുകൾ ഓരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്നു, പപ്പ വർക്കിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, മമ്മി വീട്ടിലിരിക്കുന്നു. വരുമ്പോൾ ഒരു സമയമായി നമ്മൾ നമ്മുടെ പണ്ട് സ്റ്റഡീസുമായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പൊ എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വന്നത്. അവർ പറയുന്ന ഒരു സമയമാണ് സോറി അഗെയിൻ മ്യൂട്ട് ഓഫ് ആയി. അപ്പോൾ ഇതാണ് പറയാൻ ആഗ്രഹിച്ചത് നിങ്ങളുമായിട്ട്.
How do we treat our brothers and sisters? Do we treat them well? എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? The golden rule of a Bible asks us, in everything do to others as you would have them do to you. നാം എങ്ങനെ നമ്മളെ തന്നെ കരുതുവാൻ ആഗ്രഹിക്കുന്നുവോ അതേപോലെ നാം മറ്റുള്ളവരെയും കരുതണം. ഇക്കാര്യം നാം ചിന്തിക്കണം. Let us think, let us meditate on this, let us rethink. എനിക്ക് എങ്ങനെ നന്നാക്കാൻ സാധിക്കും? എനിക്ക് എന്നെ തന്നെ